ശക്തമായ മഴയിൽ മഞ്ചേശ്വരം ബദിയടുക്ക പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടം. ഹൊസങ്കടിയിലെ വ്യാപാര കേന്ദ്രത്തിൽ വെള്ളം കയറിയത് വലിയ നഷ്ടത്തിനിടയാക്കി. പൊസോട്ട് ദേശീയപാതയ്ക്ക് സമീപത്തും പല വീടുകളിലും വെള്ളം കയറി. റോഡുകളിൽ ഉൾപ്പെടെ മരങ്ങളും കടപുഴകി വീണു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണതും വൈദ്യുതി കമ്പികൾ പൊട്ടുകയും ചെയ്തത് വൈദ്യുതി ബന്ധം താറുമാറാക്കി. വ്യാപകമായ കൃഷിനാശവും ഉണ്ടായി. Beautiful and excellent quality furnitures are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Tamam Furniture World, Uppala, Bandiyod, Udyawar, now at Mangalore. ശക്തമായ മഴയിൽ മഞ്ചേശ്വരത്തെയും ബദിയടുക്കയിലെയും വിവിധ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണുണ്ടായത്. ഹൊസങ്കടി പ്ലാസയിലെ കെട്ടിടത്തിന്റെ അടിയിലുള്ള എല്ലാ വ്യാപാര കേന്ദ്രങ്ങളിലും ശരിയായ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ അഭാവം മൂലം വെള്ളം കയറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പൊസോട്ട് ദേശീയപാതയിൽ ശരിയായ ഡ്രെയിനേജ് സംവിധാനം ഏർപ്പെടുത്താത്തതിനെ തുടർന്ന് സമീപത്തെ അന്തുഞ്ഞി എന്നയാളുടെ വീട്ടിൽ വെള്ളം കയറി. സമീപവാസിയായ നാഗരാജ്, സുനിൽ എന്നിവരുടെ വീടുകളിലും വെള്ളം കയറി. റെയിൽവേ അവിടെ വെള്ളം പോകാത്ത ഒരു കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹൈവേൻ്റെ മൊത്തം വെള്ളം വീടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വെള്ളത്തിനടിയിൽ വീടാവാൻ സാധ്യതയുണ്ട്. ഇത് വളരെ അപകടകരമാണ്. വീട്ടിന് മൊത്തം വെള്ളം കയറിയിട്ടുണ്ട്. ഏതെങ്കിലും ഇലക്ട്രിക് വയറോ ബാക്കി എന്തെങ്കിലും വലിയൊരു അപകടം വരാൻ വേണ്ടി സാധ്യതയുണ്ട്. കുട്ടികൾ സ്കൂൾ മദ്രസ കാര്യങ്ങളൊക്കെ പോകേണ്ട സ്ഥലങ്ങളാണ്. വെള്ളം കയറി കിടക്കുന്നതിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വൻ അപകടത്തിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. ബദിയടുക്ക മേഖലയിൽ എടനീരിനടുത്തുള്ള ചൂരിമൂലയിൽ റോഡരികിലൂടെ പോകുന്ന വൈദ്യുതി കമ്പിയിൽ തെങ്ങ് വീണ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിലെ വലമലയിൽ താമസിക്കുന്ന ഉദനേശ്വറിന്റെ വീടിന്റെ പിൻഭാഗം തകർന്നു വീണു. ചെടേക്കലിൽ ഡ്രെയിനേജ് സംവിധാനമില്ലാത്തതിനാൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഗതാഗതത്തിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കാറ്റിലും മഴയിലും വിവിധ സ്ഥലങ്ങളിൽ നിരവധി വൈദ്യുതി തൂണുകളാണ് നിലം പതിച്ചത്. ബദിയടുക്ക സെക്ഷനിൽ 50-ലധികം തൂണുകളും 200-ലധികം വൈദ്യുതി ലൈനുകളും പൊട്ടിവീണു. ഇതേ തുടർന്ന് രാത്രി മുഴുവൻ വൈദ്യുതി തടസ്സപ്പെട്ടു. പലയിടങ്ങളിലും റോഡുകളിലേക്കുൾപ്പെടെ മരങ്ങളും കടപുഴകി വീണു. ഫയർഫോഴ്സ് എത്തിയാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത്. മഞ്ചേശ്വരം, ഉദ്യാവരം, ബദിയടുക്ക, പല്ലത്തടുക്ക, നീർച്ചാൽ, കിളിങ്കാർ, ഏത്തടുക്ക തുടങ്ങിയ സ്ഥലങ്ങളിലെ തെങ്ങ്, കവുങ്ങ് കർഷകരുടെ തോട്ടങ്ങളിൽ മരങ്ങൾ വീണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില കവുങ്ങ് തോട്ടങ്ങളിലായി 20-ലധികം മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. അബ്ദുൽ റഹ്മാൻ, ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.